ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉമ്മാന്റെ വീട്ടിലാണുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് എടക്കര മെറൈൻ എക്സ്പോയിലേക്കാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടി കാത്തിരിക്കുക. ഓക്കെ, വീഡിയോ കാണാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ മെറൈൻ എക്സ്പോക്ക് വന്ന ഞങ്ങൾ തൊട്ട് മുന്നിലുള്ള തട്ടുകടി കയറി നല്ലോണം തട്ടാൻ തീരുമാനിച്ചു. ഇവനാണെങ്കിൽ അവിടുത്തെ എല്ലാ സംഭവം അറിയാം. അങ്ങനെ അടിപൊളി ടേസ്റ്റ് എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങളും ഓർഡർ ചെയ്തു കുറച്ച് സാധനങ്ങൾ. എന്താന്ന് കണ്ടോളി. അപ്പൊ ഫ്രണ്ട്സ്, ഇപ്പൊ നമ്മള് ഇവിടെ തട്ടുകടന്റെ മുന്നിലാണ്. നമ്മൾ എടക്കര ഏതാണ് തട്ടുകടന്റെ പേരെന്താ? ഫാസ്റ്റ് ഫുഡ് ഹോട്ട് ആൻഡ് കൂൾ തട്ടുകടന്റെ മുന്നിലാണ്. എന്താണ് മുട്ടബജി? അപ്പൊ നമ്മള് ഇവിടുത്തെ മുട്ടബജി ട്രൈ ചെയ്യാൻ പോവാണ്ടോ. നല്ല തിരക്കാണ്ടോ ഈ കടയില്. അപ്പോ നിങ്ങൾ കടയൊക്കെ നോക്കിക്കോളി. ഇത് നമ്മളെ കസിനാണ്, ദാനീഷ് എന്നാണ് പേര്. പിന്നെ ഈ വീഡിയോ എടുക്കാൻ നമ്മളെ സിസ്റ്ററാണ്. കടിയൊക്കെ കാണിച്ചു കൊടുക്കും. അപ്പൊ നമ്മള് സാധനം വന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ, എല്ലാവരും അവിടെ ദാനീഷ് ആസ്വദിച്ച് തിന്നുന്നുണ്ട് ഫുഡ്. അങ്ങനെയുണ്ട് ഫുഡ്. അപ്പോ ഇത് നമ്മള് കഴിച്ചിട്ട് ബാക്കി പറയാം. സംഭവം അടിപൊളിയാണ്. അപ്പൊ നമ്മള് ഇപ്പൊ മെറൈൻ വേൾഡിന് മുന്നിൽ പോയി നിൽക്കുകയാണ്. പിന്നെ ഉള്ളിൽ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. സംഭവം അടിപൊളിയാണോ അല്ലേന്നൊക്കെ നോക്കാം നമുക്ക്. അപ്പൊ കണ്ടിട്ട് പുറത്തുനിന്ന് നോക്കിയിട്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇനി നമുക്ക് ഉള്ളിലെത്തിയത് ബാക്കി. സംഭവം ഏതായാലും നല്ല സെറ്റ് സ്ഥലം, നല്ല വൈബ് സ്ഥലം. അതായത് ചുറ്റിന് ഭയങ്കര കളർഫുൾ ലൈറ്റുകളും നല്ല ബാക്ക്ഗ്രൗണ്ട് പാട്ടും നല്ല നമ്മളൊരു പെരുന്നാൾക്ക് ചെന്ന മൂടിന് അടിപൊളിയാണ് സംഭവം. നല്ല നിലമ്പൂർ പാട്ടിന് പോയ പോലെ. അപ്പോൾ സംഭവം അടിപൊളിയാണ്, നല്ല വൈബ് സ്ഥലമാണ്. അപ്പോൾ ഇനി നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോവാണ്. ഇനി ടിക്കറ്റിൻ്റെ കാര്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ ടിക്കറ്റ് നമ്മൾ പോയി നോക്കിയപ്പോൾ 100 റുപ്യായിരുന്നു ഒരാൾക്ക് 100 റുപ്യാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ആദ്യമൊക്കെ നമ്മളിതായി 100 റുപ്യക്കുള്ളിൽ ഇനിയിപ്പോൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ വിചാരിച്ച്. പക്ഷേ അങ്ങനെ നമ്മൾ ഏതായാലും വന്നാലേ വിചാരിച്ച് നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് 100 റുപ്യക്ക് നമ്മൾ കൊടുത്ത് ഏതായാലും നമ്മൾ ഉള്ളിൽ കയറാൻ തീരുമാനിച്ച്. അപ്പം ഇനി നമുക്ക് ബാക്കി ഉള്ളിൽ കയറിയിട്ട് കാണാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ മെറൈൻ എക്സ്പോന്റെ ഉള്ളിലെത്തി. അപ്പോ നമ്മൾ ഉള്ളിൽ കയറാൻ പോവാണുണ്ടോ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കുറെ കാര്യങ്ങളൊക്കെ കാണാം. അപ്പൊ ഇനി ഉള്ളിൽ കുറെ സാധനങ്ങളുണ്ട്. നിങ്ങൾ കുറെ കാണാൻ പോണ കുറെ സാധനങ്ങളുണ്ട്. അപ്പോ ഇവിടെ നിങ്ങൾ നോക്കി നിങ്ങൾക്ക് കാണാം. കുറച്ചെടുത്ത് ഇവിടെ നിങ്ങൾക്ക് കുറെ ഒട്ടക പക്ഷി എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ കാണാം. ഒട്ടകപക്ഷിനെയും ഭയങ്കര മണാട്ടോ ഇവിടെ. ഇപ്പൊ ഇങ്ങനെ ഒട്ടകപക്ഷി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോണേ. പിന്നെ ഇപ്പുറത്ത് കാണിച്ചു കൊടുക്ക്. ഇവിടെ ഉണ്ട് കേട്ടോ കുറെ പക്ഷികൾ ഇവിടെ ഉണ്ട്. അയ്യോ, അപ്പൊ ഈ ഒട്ടകപക്ഷിക്ക് എന്നൊരു നോട്ടുണ്ട്. നോട്ടം ശരിയല്ല. ഈ ഒട്ടകപക്ഷി അവിടെ ഒരു തത്തകള് പക്ഷികളുണ്ട്. ഇവിടെ കുറെ പക്ഷികളുണ്ട് ഇഷ്ടം പോലെ. തത്തന്റെ പോലത്തെ സാധനങ്ങൾ. ഇവിടെ വേറെ തരം പക്ഷികൾ. ഇതെന്താണ്? എന്തൊക്കെയോ കുറെ പക്ഷികള്. ഈ ഭാഗത്തില്ല അവിടെയും കുറെ തരം പക്ഷികളുണ്ട്. തത്തന്റെ വർഗ്ഗ തോന്നുന്നത് കണ്ടിട്ടൊക്കെ അങ്ങനെയൊക്കെ തോന്നുന്നു. ഇനി ഇപ്പുറത്തേക്ക് ഇതെടുത്തേ. ഇവിടെ പച്ചല ഗ്രേ തത്തകൾ. ഗ്രേ തത്ത ഉണ്ട് ഇവിടെ. ഇവിടെ ഇത് ഓൾറെഡി നമ്മൾ കണ്ട. അപ്പുറത്തേക്ക് എങ്ങനെ പോവാ? ഇതെന്താണ്? ഉടുമ്പാണ് തോന്നുന്നുണ്ട്. കണ്ടിട്ട് എന്തൊക്കെയാവണ്. നല്ല വലുപ്പുണ്ട്, നല്ല സൈസുള്ള സാധനം. ഇപ്പുറത്ത് നമ്മളെ സാധാ നാടൻ താറാവുകളാണ്. ഒക്കെ താറാവ് നമ്മള് അവിടെ കാണുന്ന സാധാ താറാവുകള്. ഇത് പിന്നെ കോഴികൾ, സാധാ നാടൻ കോഴികൾ. ഈ ഒരു ഫുള്ള് പേപ്പർ മരങ്ങളെ ഏരിയാണത്. ബാബാ എങ്ങനെയുണ്ട് ബാബാ?
ഞാനുണ്ട് ഉപ്പാക്ക് ഇഷ്ടായി. നമ്മളെ മമ്മയും പപ്പിയൊക്കെയാണ്. മമ്മി ഇപ്പൊ നമ്മളിവിടെ ഫോട്ടോ എടുക്കാൻ നിൽക്കാണ്. ഇവിടെ എന്താ ഉള്ളത്? ഓ ഇവിടെ കിളികളുണ്ട്. കിളികളെ ഞാൻ കണ്ടില്ല. ഇവിടെ മരത്തുമ്പോ കുറെ കിളികളുണ്ട്. ഞാൻ വെറുതെ മരങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ മാത്രം വിചാരിച്ചു. ഇവിടെ കിളികളൊക്കെ ഉണ്ട് കേട്ടോ. മുകളിൽ അത് കാണിച്ചു കൊടുത്തു. മുകളിൽ കുറെ കിളികൾ ഇത്ര തന്നെ ഉള്ളൂ. ഇവിടെ തന്നെ ഉള്ളു. ചുറ്റാണ് കാണിച്ചു കൊടുത്തോ. ക്യാമറ ഒക്കെ നമ്മളെ സിസ്റ്ററാണ് നമ്മളെ ക്യാമറമാൻ. ചുറ്റിനും ഇങ്ങനെ കാണിച്ചു കൊടുക്കും. മരങ്ങളുമ്പോ കുറെ ലവ് ബേർഡ്സും ഒക്കെ സാധനങ്ങളുണ്ട് കുറെ. അത് തന്നെ ഉള്ളു. ഇവിടെ ഇനി വേറെ എന്തെങ്കിലും കാണാണെങ്കിൽ ഞങ്ങൾ പറയാം. ഓക്കെ. ചുമ്മന്തി ഇപ്പത്തെ എന്തൊക്കെയാ? ഇവിടെ താഴത്ത് കുറെ കിളികളൊക്കെ ഉണ്ട്. കിളികളോ? ഇതെന്താ? ഓ ഇത് മറ്റേ പ്രാവാണില്ലേ? ഇവിടെ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട്. കിളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പാർന്നു. താഴത്ത് കുറെ പക്ഷികളൊക്കെ ഉണ്ട്. പിന്നെന്താ? ഇവിടെ വേറെ ഒന്നുമില്ല. ഇത്ര തന്നെ ഉള്ളു ഈ ഭാഗത്ത് കേട്ടോ. നമുക്ക് അപ്പുറത്തെ ഭാഗത്തേക്ക് പോയി നോക്കാം. അവിടെ ഇനി എന്തൊക്കെയാണുള്ള നോക്കി നോക്കാം നമുക്ക്. ഇനി നെക്സ്റ്റ് സൈഡ് എത്തിയിട്ട് കാണാം. പ്രാവ് ശരിയല്ല കേട്ടോ. അത് കുറെ നേരം എന്റെ പിന്നാലെ പോരുന്നേ. അല്ലാത്തൊരു പ്രാവ് കുറെ നേരം എന്റെ പിന്നാലെ ഇങ്ങനെ പാർക്ക് പോരുന്നേ. ഞാൻ ഇങ്ങനെ ഇവിടുന്ന് പോട്ടെ. അപ്പൊ ഇവിടെ എന്തൊക്കെയാ പ്രാവിനെ പിടിച്ചു നിൽക്കുന്ന പരിപാടികളൊക്കെയാണ്. കണ്ടിട്ട് തന്നെ അപ്പാട് ഇവിടെ പ്രാവിനൊക്കെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ആ കുത്തി പിടിച്ചതിനെ ഞാനൊന്ന് ഇങ്ങനെ കുട്ടിന്റെ ധൈര്യം മാമിനെ പിടിക്കണ്ട അവിടെ. ആ കുട്ടി പിടിച്ചു മാമിന്. ഞമ്മക്കൊന്നും അതിനുള്ള ധൈര്യം കേട്ടോ. ആ കുട്ടിക്ക് ആ ധൈര്യം ഉണ്ട്. ചെറിയ കുട്ടിയാണ്. എന്നാലും ആ കുട്ടിക്ക് ധൈര്യം സമ്മതിച്ചു കൊടുക്കണം നമ്മള്. ഇവിടെ അങ്ങനെ ഇതിനെങ്ങനെ ഇതെന്താ തിന്നണേ? എന്താണ് ആപ്പിളാ? ആപ്പിളാണ് തിന്നണ കേട്ടോ. ഞമ്മക്ക് കൂടി ആപ്പിൾ കിട്ടല്ല. അതിനിങ്ങനെ ആപ്പിൾ കിട്ടുന്നുണ്ട്. അതിന് തന്നെ ആപ്പിളൊക്കെ ഉണ്ട്. തിന്നിട്ട് പോണില്ല കേട്ടോ. അതിങ്ങനെ കുറെ നേരമായി ഇരിക്കണേ. ഞങ്ങൾ അവിടെ നിൽക്കുമ്പോ തന്നെ കുറെ നേരമായി. പോടാണോ എന്തോ പറഞ്ഞിട്ട് നമ്മൾ പോന്നപ്പോ ഇത് നമ്മൾ കണ്ടാണ്. ഇത് നമ്മൾ എടുത്തതാണ്. അപ്പൊ നമ്മളിതാ മീനുകളെ ഭാഗത്തേക്ക് എത്തിട്ടോ. ഇപ്പോഴാണ് മീനുകളെ അടുത്ത് എത്തിയത്. ഇവിടെ കുറെ മീനുകളുണ്ട് ഈ ഭാഗത്ത്. ഇവിടെ കുഞ്ഞു 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 മീനുകള്. ഇത് നമ്മളെ സാധാ അക്വാറിയം മീനുകൾ തന്നെ. പിന്നെന്താ ഇവിടെ ഒന്നും ഇല്ലേ? ഇവിടെ കൊറേ മീനുകളുണ്ട് കേട്ടോ. കൊറേ കുഞ്ഞു കുഞ്ഞു മീനുകൾ. ഇത് കൊറേ മീൻ ചത്തൊക്കെ ചെയ്യുന്നുണ്ടോ? അതാക്കണ കൊറേ മീനിങ്ങനെ കിട്ടണ്ട. കൊറേ മീനിങ്ങനെ ചത്തെടുക്കണൊക്കെ ഉണ്ട് പുറത്തുകൂടെ മൂക്കണ. ഇവിടെ കൊറേ മീനുകള്. ഈ ഭാഗം പിന്നെ നമ്മൾ അപ്പുറത്ത് കൂടെ വരുമ്പോ കാണട്ടോ. ഈ ഭാഗം നല്ല തിരക്കുണ്ട് കേട്ടോ. നല്ല തണുപ്പ് ഇതിൻ്റെ ഉള്ളില്. ഇതേതോ മീന്? വാളേ ഇതാണ് നല്ലത്. ഇത് സ്രാവല്ലേ? ഇത് സ്രാവല്ല, വെള്ളവാളേനെന്നാ പറഞ്ഞേ. എനിക്ക് മീനിനെ കുറിച്ചൊന്നും അറിയില്ല കേട്ടോ. ഇത് ഒട്ടി നിക്കണൊക്കെ ഉണ്ട്. നമ്മളെ കാണാൻ വന്നത്. നമ്മളെ വീഡിയോ എടുക്കുമ്പോ നമ്മളെ എടുത്തിട്ട് വന്നോ. ഭാഗം പിന്നെ നമ്മൾ അപ്പുറത്ത് കൂടെ വരുമ്പോ കാണും. നല്ല സുഖമുണ്ട് കേട്ടോ. ഇവിടെ നല്ല തണുപ്പത്ത് നിൽക്കണോണ്ട് നല്ല സുഖമുണ്ട്. ഇവിടെ ഉണ്ട് പല ടൈപ്പ് മീനുകള്. ഇപ്പൊ നമ്മള് ടണലിന്റെ ഉള്ളിൽ കയറണം കേട്ടോ. ഓ അടിപൊളി ടണല്. രണ്ട് ഭാഗം ഭയങ്കര ടണൽ കേട്ടോ. രണ്ട് ഭാഗത്ത് മീനുകളാണ്. സംഭവം അടിപൊളിയാണ്. അടിപൊളി ടണലാണ്. ആണോ? ഈ ഭാഗത്തൊക്കെ ഭയങ്കര വലിയ 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 മീനുകളൊക്കെ ഉണ്ട്. രണ്ട് കുഞ്ഞു കുട്ടികൾ നമ്മളെ കുടുംബക്കാരാണ്. ഇവരെ ഇവിടുന്ന് കണ്ടാണ് നമ്മള്. അപ്പൊ നമ്മള് മീനുകളുടെ അടുത്തെത്തി. സംഭവം അടിപൊളി കേട്ടോ. നല്ല മീനുകൾ. ഇത് ഇങ്ങനെ മോൾ കൂടെ ഒക്കെ ഉണ്ട്. നമ്മളടുത്ത ഭാഗത്ത് കിടക്കാണ്. അപ്പൊ നമ്മള് ഇപ്പൊ അതിന്റെ ഉള്ളിലാണ് നമ്മൾ നിക്കണത്. നമ്മളൊക്കെ നോക്കി നല്ല ഇത് എങ്ങോട്ടാ നോക്കണ്ടേ? നല്ല ചുറ്റും നല്ല മീനുകളാണ്. ഈ മീനുകളൊക്കെ നമ്മൾ അവിടുന്ന് കണ്ടാണ്. പിന്നെ ഇവിടെ കണ്ടിട്ടുണ്ടാവണ്
നിരത്തി മീനാണ് കേട്ടോ. ആകെ എന്തൊക്കെയോ മോൾ കൂടെ ഒക്കെ ആകെ എന്തൊക്കെയോ കുറെ മീനുകളൊക്കെ. സംഭവം അടിപൊളി മീനുകൾ. എന്തെങ്കിലും അടിപൊളി സംഭവം ഉണ്ട്. നിങ്ങൾ കണ്ടാൽ നിങ്ങൾ കിട്ടും. സംഭവം അടിപൊളിയാണ്. അടച്ചോനെ എന്തൊക്കെയാണ് ഞാനിവിടെ കാണുന്നത്. ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് കേട്ടോ. ഈ സംഭവമാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. എന്താ സംഭവം എന്താ മനസ്സിലാവണില്ല. ഓ ഇത് മറ്റേ നീലത്തിമീകരല്ലേ? അല്ല മത്സ്യകന്യകല്ലേ? മത്സ്യകന്യക ഉണ്ടത്. ഇതധികം നേരം വീഡിയോ എടുത്താല് പ്രശ്നമാണെന്ന് അറിയില്ല. മത്സ്യകന്യകന്റെ ഡാൻസ് ആണോ? പല ടൈപ്പ് മീൻ കേട്ടോ. മീനെ കണ്ട് മടുത്ത്. പക്ഷെ മീൻ തന്നെ ഉള്ളു ഇവിടെ. മറയുമ്പോഴല്ലേ അപ്പൊ മീൻ തന്നെ ഉള്ളു. പക്ഷെ പല ടൈപ്പ് വെറൈറ്റി മീനുകൾ കേട്ടോ. ഈ ഭാഗത്തൊക്കെ കുറെ ഇതൊക്കെ ടൈപ്പ് കുറെ മീനുകളൊക്കെ നമ്മൾ ഓൾറെഡി കണ്ടാണ്. നമ്മൾ അടുത്ത ഭാഗത്ത് പോകാൻ പോണേ. ഞാൻ അവിടെ എത്തിയിട്ട് ബാക്കി. പിന്നെ ഫുള്ള് കടകൾ, പല ടൈപ്പ് സാധനങ്ങൾ. എന്താ പറയുക, ഫാൻസി ഐറ്റംസ്, കടികൾ, പിന്നെ അങ്ങനത്തെ പല ടൈപ്പ് സാധനങ്ങൾ വിൽക്കുന്ന കടകൾ. പിന്നെ മറ്റേ ജിലേബികൾ, ഹൽവകൾ, പിന്നെന്താ മറ്റേ ഊതിൻ്റെ സാധനങ്ങൾ, ഡ്രസ്സുകൾ, അങ്ങനത്തെ കുറേ സാധനങ്ങൾ. ഇത് ഫുഡ് കോർട്ട് ഏരിയ കേട്ടോ. ഇവിടെ എന്തൊക്കെയാ ഊട്ടി ചില്ലി ബജി, ഗോബി മഞ്ചൂരിയൻ, ചായക്കട, പല ടൈപ്പ് സാധനങ്ങള്. കുറെ ആൾക്കാർ ഇരുന്ന് കഴിക്കുന്നുണ്ട്. നമ്മളിപ്പോ ഓടി പുറത്തുനിന്ന് കഴിച്ചില്ല, അതുകൊണ്ട് നമ്മളിപ്പോ ഇവിടെ നിന്ന് ഓടുന്ന് കഴിക്കാത്തത്. ഐസ്ക്രീം കട, പിന്നെ എന്തൊക്കെയാ, പിന്നെ ഇവിടെ കുറെ റൈഡുകൾ. നമ്മൾ നിലമ്പൂർ പാട്ടിന് പോയ പോലെ തന്നെ, പക്ഷെ അത്ര ഓളല്ലെങ്കിലും എന്നാലും സംഭവം അടിപൊളിയാണ്. അവരെന്തൊക്കെയുള്ള എങ്ങനെ ചർച്ചകൾ ചെയ്യുന്നുണ്ട്. ഒരു മൂന്നാളും ഈ സ്ഥാനത്ത് കയറാനുള്ള പ്ലാനിലാണ്. ഇതിന്റെ ഉയരം കണ്ടിട്ടുണ്ട്. എന്റെ കഴിഞ്ഞ വീട് എന്തായാലും അറിയാം. എന്റെ പേരുകളിൽ ഒരു പേടിയാണ് സാറല്ല ഈ ഒരു ഉയരം. നമ്മൾ വേണമെങ്കിൽ ഇതിലൊക്കെ കയറും. അങ്ങനത്തെ അല്ല, ഈ ഒരു ഇങ്ങനത്തെ ടൈപ്പ് റേഞ്ചിലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കയറും. ഇവരിപ്പോ എന്താ പറഞ്ഞു മനസ്സിലായില്ല. ഇന്നത് കുട്ടികളെ റൈഡും. പിന്നെന്താ ഇവിടെ നല്ല രസമുള്ള അടിപൊളി നല്ല വൈബ് ഉണ്ട്. പക്ഷെ ഇപ്പൊ ഒന്ന് തിരക്കില്ല, കുറെ തുടങ്ങിയിട്ട്. അത് മാർച്ച് 28 തുടങ്ങി. അപ്പൊ ഈ സ്ഥാനത്ത് കയറാൻ പോകണ്ട്. ഇവരെല്ലാരും ഈ സ്ഥാനത്ത് കയറാൻ പോവാണ്. ഇവരെന്ന് പറഞ്ഞാൽ ഇവനും പിന്നെന്താ ഇവനും ഓനാണ് കയറാൻ. നമ്മളെ അങ്ങനെ തുടങ്ങി അയ്യോ തുടങ്ങി. പോടേ ഒരു പോക്ക് പോടേ. ഇത്രയും നേരം മറ്റൊരു അടിപൊളിയായിട്ട് സംഭവം അടിപൊളിയാണ്. നമ്മളെ താഴത്തു നിന്ന് നോക്കാൻ നല്ല അടിപൊളിയാണ്. ഇറങ്ങിയിട്ട് സംഭവം കഴിഞ്ഞ് ഇറങ്ങി വരുന്നത്. ഇത്രയും നേരം മുകളിൽ പോയി ഇപ്പോഴാണ് അവൻ ഇറങ്ങി വരുന്നത്. അറിയോ എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ഓക്കെ, സംഭവം അടിപൊളിയാണല്ലോ. പിന്നെ അറിഞ്ഞ് പൈസ ഉണ്ടാക്കുക. അതിങ്ങനെ പൈസ ഉണ്ടാക്കല്ല, അതിങ്ങറിഞ്ഞ് സാധനം വാങ്ങാം. നല്ല റിച്ച് സാധനങ്ങളാട്ടോ. നല്ല ഹൈ കോസ്റ്റ്ലി സാധനങ്ങളാണ്. ബൂസ്റ്റും ഫ്രൂട്ടിയും പിന്നെന്താ മറ്റേ എക്സോ നല്ല യുണീക്ക് സാധനങ്ങളാട്ടോ ഇവര് വിൽക്കുന്നത്. 7 എയറോ ഇത്ര 7 എയറിന് 50 ഉള്ളൂ. ഓരോരുത്തര് അങ്ങനെ അറിയണേ. ഇങ്ങനെ അറിയുന്നുണ്ട്. 7 ഒലിക്കോളം അറിഞ്ഞേ. എങ്ങോട്ടോളം എങ്ങോട്ടേക്കൊക്കെ അറിയുന്നുണ്ട് കേട്ടോ. ഇനി അടുത്ത ആളറിയും. ഓനെ കാക്കാന്റെ തലി കൂടെ. എടാ ആ സാധനമാണ് അറിയേണ്ടത്. അതാ നമ്മളെ ഉമ്മി അറിയണ്ട്. ഓക്കെ, ഉമ്മി അറിയണ്ട്. കിട്ടിയില്ല. ഇനി അടുത്ത ആള് ദീപു അറിയണ്ട്. എന്താ പറയാ, ഞാൻ അറിഞ്ഞു. ഇവിടെ ആരും അറിയാത്ത പോലെ ഞാൻ അറിഞ്ഞത് വേറെ പുറത്തത്. അപ്പൊ ഇനി നോക്കിയിട്ട് കാര്യം. എന്ത് സംഭവം
ഇത് ബോളർ കേട്ടോ, മേത്തക്ക് ബോളർ, എന്റെ മോശക്ക് ബോളർ. എങ്ങനെ കളി ഉണ്ട് നമുക്ക് നോക്കട്ടോ. ഇവരെന്തൊക്കെയോ ചെയ്യണ്ട, ബോളെറിഞ്ഞു വീഴ്ച. ഇതെന്താ കളി നോക്കട്ടോ, ഇവരെന്താ കാട്ട നോക്കാം. നമ്മളെ ഇതില് എഴുതാൻ തോന്നുന്നു. അങ്ങനെ ഇവരിടാൻ പോവാണ്. ഇവന്നെ ഇതായിട്ടുണ്ട് കേട്ടോ, കിട്ടിയാ മതി. ഇവിടെ അങ്ങനെ മാനക്കേടാണ് നമുക്ക് കിട്ടാതെ പോകാറുണ്ട്. എന്തെങ്കിലുമൊക്കെ ഒന്ന് വാങ്ങി പോണ്ടേ, ഇത്രയും സാധനങ്ങളില്ല ഇവിടെ. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കല്ലിടേണ്ടത്. ₹9 കൂടെ എന്തെങ്കിലും ഉണ്ടോ? ₹19 ഉണ്ട്, ₹19. ഓ 6 കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. എത്രയാണ്? എത്ര രൂപയായി? എത്ര പേരാ? 12, 18, 10, അങ്ങനെ 18. അപ്പൊ നമ്മളിപ്പോ അയിമ കയറാൻ പോവാണ്ട, അയിമ തോണിമ കയറാൻ പോവാണ്. ഞാൻ ആകെ ഒരു വട്ടം തോണി കയറിട്ടോളൂ, പിന്നെ അതുവരെ തോണി കയറിയില്ല. എനിക്ക് തോണി കണ്ടിട്ട് ഇനി എങ്ങനെ പോകണ്ട നോക്കട്ടെ. ഏതായാലും ഇപ്പൊ കയറാൻ തീരുമാനിച്ചിരുന്നേ, എങ്ങനെയെങ്കിലും ഒരു പേടിയൊക്കെ മാറ്റണ്ടേ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന രീതിയിൽ തോണി കയറാൻ പോവാണ്. അപ്പോൾ ഞാൻ പേടിച്ചാകെ ഒരു വൈക്ക് കഴിക്കണം. ഞാൻ ഈ സാധനത്തിൽ ആകെ ഒരു പ്രാവശ്യം കയറിയിട്ടുള്ളൂ. അന്ന് തന്നെ എനിക്കിതിൻ്റെ അവസ്ഥ അറിയാം. എന്നാലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ കയറട്ടെ വിചാരിച്ച് അങ്ങോട്ട് കയറി. എൻ്റെ വന്നാലേ കയറി വിചാരിച്ച് കയറിയതാ. പടച്ചോൻ്റെ മുഖം കണ്ടറിയാം ഞങ്ങൾക്ക്. എല്ലാ പേടിയുണ്ട്, എന്നാലും ചിരിച്ചിങ്ങനെ ഇരിക്കുന്നുണ്ട്. ഒരു ഐഡിയ ഇല്ല ഞാൻ എന്താ സംഭവിക്കാതെ. അങ്ങനെ ആകെ ഞാൻ പേടിച്ചിരിക്കുക. പിന്നെ ഉമ്മ എടുത്തുള്ളതുകൊണ്ട് കുഴപ്പമില്ല, ഒരു ധൈര്യത്തിന് ഉമ്മിൻ്റെ ഒപ്പം എടുത്തിരിക്കാന്ന് പറഞ്ഞാണ്. അങ്ങനെ ഞാൻ ലാസ്റ്റ് അങ്ങോട്ട് പോയില്ലേ ഒരു പോക്ക്. ഞാൻ അപ്പം തന്നെ ഞാൻ കണ്ണടച്ച്. അപ്പുറത്ത് മറ്റവരൊക്കെ ഇരുന്ന് ചിരിക്കന്നെ നോക്കിയാണ്ട്. എനിക്കാണെങ്കിൽ കണ്ണ് തുറക്കാൻ പോലും പറ്റില്ല. ഞാനാകെ കരഞ്ഞങ്ങോട്ട് അലറി.